ഇന്നത്തെ മാർക്കറ്റിൻ്റെ കൂടുതൽ വിശേഷങ്ങളും ഒപ്പം തന്നെ എക്സ്പെക്ടേഷൻസും ഒക്കെ നമ്മളോടൊപ്പം പങ്കുവെക്കുവാനുമായിട്ട് നമ്മുടെ ഇൻ ഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാർ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് സാർ ആൻഡ് വെൽക്കം ടു ദി ഷോ. മോർണിംഗ് അൻല, മോർണിംഗ് വ്യൂവേഴ്സ്. യെസ് സർ, ആദ്യം തന്നെ നമുക്ക് US സൂചികളിലേക്ക് പോകാം. US സൂചികളെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഒരു നെഗറ്റീവ് ടോണിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രധാനമായിട്ടും ആ ഒരു നെഗറ്റീവ് ടോണിന് കാരണമായിരിക്കുന്നത് ഈ ഒരു മാഗ്നിഫിഷ്യൻ 7 ഉൾപ്പെട്ടിട്ടുള്ള ടെസ്ല പോലുള്ള ഓഹരികൾ കനത്ത വിൽപ്പനാ സമ്മർദ്ദമാണ് നേരിട്ടിരിക്കുന്നത്. ടെസ്ലയെ സംബന്ധിച്ച് ഏകദേശം 14.5% ഇടിവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി സൂചികളിലേക്ക് എത്തുകയാണ്. ഡൗ ജോൺസ് സൂചിക ഒരു 0.25% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ നാസ്ഡാക്ക് 100 ഏകദേശം 0.8% ഇടിവും S&P 500 0.5% ഇടിവിലുമാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അമേരിക്കൻ സൂചികകളെ സംബന്ധിച്ചുള്ള താങ്കളുടെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നത്. നമുക്ക് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ഈ ഡൗ ജോൺസ് ഇൻഡെക്സ് പഠിക്കുമ്പോഴേക്കും മെയ് 12 മുതൽ ഡൗ ജോൺസ് ഇൻഡെക്സ് ഒരു സൈഡ് വേസ് പാറ്റേണിലോട്ടാണ് പോയിരിക്കുന്നത്. 42,400 42,800 ഈ ഒരു റെസിസ്റ്റൻസ് ഡൗ ജോൺസ് ഇൻഡെക്സിനെ മറികടക്കാൻ സാധിക്കുന്നില്ല. സോ ഇന്നലെ വീണ്ടും ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ ഒരു ശ്രമം നടന്നു, ബട്ട് സക്സസ്ഫുൾ ആയിട്ടില്ലായിരുന്നു. ആൻഡ് ദ ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി സൈഡ് വേസ്. 42,800 പോയിന്റ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഷോർട്ട് ടേം ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ. അറ്റ് ദ സെയിം ടൈം നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവൽ 41,800 41,800 പോയിന്റ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡിൽ നമുക്ക് ബെയറിഷ്നെസ് അല്ലെങ്കിൽ വീക്ക്നെസ് കാണാൻ സാധിക്കും. നമ്മൾ നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും സ്ലൈറ്റ്ലി ഡിഫറെന്റ് പാറ്റേൺ. ഇന്നലെ ഓപ്പണിംഗ് നിമിഷങ്ങളിൽ നമുക്ക് നല്ലൊരു ഓപ്പണിംഗ് ലഭിച്ചെങ്കിലും ക്ലോസിംഗ് സമയത്ത് അല്ല ചൂണ്ടിക്കാണിച്ചതുപോലെ ടെസ്ലയിലെ കണ്ട കനത്ത ഇടിവിനെ തുടർന്ന് നമുക്കൊരു വീക്ക്നെസ് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചിരുന്നു. ഷോർട്ട് ടേം ട്രെൻഡ് ആൻഡ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേമിൽ നമുക്കൊരു വീക്ക്നെസ്സിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 24,400 പോയിന്റിന്റെ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേമിൽ പ്രോഫിറ്റ് ടേക്കിംഗ് കുറച്ചും കൂടെ ശക്തി പ്രാപിക്കും. ഇന്നത്തെ വ്യാപാരത്തിൽ നമ്മൾ നാസ്ഡാക്ക് ഇൻഡെക്സിൽ നമ്മൾ ഒരു ലോങ് പൊസിഷൻസും പുതിയതായിട്ട് എടുക്കാൻ ശ്രമിക്കരുത്. അതിനോടൊപ്പം കമ്മോഡിറ്റി മാർക്കറ്റിലേക്ക് എത്തുമ്പോഴേക്കും ക്രൂഡ്, പ്രത്യേകിച്ചും WTI ക്രൂഡിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടൊരു സൈഡ് വേസ് മൂവ്മെന്റ് ആണ് കാണാൻ സാധിക്കുന്നത്. പ്രധാനമായിട്ടും ഈ ഒരു ആഴ്ച 3-ാം തീയതി തൊട്ട് ഇങ്ങോട്ടുള്ള കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ $63 എന്നൊരു നിലയിലേക്ക് ഉയർന്നതിന് ശേഷം പിന്നീട് അവിടെ നിന്നൊരു ഇടിവിലേക്കാണ് നീങ്ങിയത്. ഇന്നലെ വൈകുന്നേരം 6 മണിയോട് കൂടിയുള്ളൊരു ചാർട്ട് പരിശോധിക്കും വളരെ ശക്തമായിട്ടൊരു ബൈയിങ് ഇൻഡസ്ട്രി കടക്കുകയും $63 എന്നൊരു നിലയിലേക്ക് എത്തുകയും ചെയ്യുന്നു. എന്നാൽ പിന്നീട് ആ ലെവലിൽ നിന്ന് വീണ്ടും ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കൊണ്ടൊരു നെഗറ്റീവ് ടോണിലാണ് ഇന്നിപ്പോൾ ട്രേഡിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രെൻഡിനെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിലും സമാനമായ സ്ഥിതിയിൽ തന്നെയാണ്. വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ടോണിലാണ് ഇപ്പോൾ ട്രേഡിംഗ് പുരോഗമിച്ചിരുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ, പ്രത്യേകിച്ച് മെയ് ലാസ്റ്റ് വീക്ക് തൊട്ട് ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോഴേക്കും ഒരു സൈഡ് വേസ് മൂവ്മെന്റ് ആണ് ക്രൂഡിൽ കാണാൻ സാധിക്കുന്നത്. ക്രൂഡിലുള്ള ഈ ഒരു മൂവ്മെന്റിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ക്രൂഡിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി ബെയറിഷ്, ബട്ട് ഷോർട്ട് ടേമിൽ നമുക്ക് സൈഡ് വേസ് പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ ക്രൂഡിൽ എടുക്കാൻ സാധിക്കണമെങ്കിൽ $64.50 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഷോർട്ട് ടേം ട്രെൻഡ് നമുക്ക് ശക്തി കാണാൻ സാധിക്കത്തുള്ളൂ. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ $60.50 സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. അതിനോടൊപ്പം തന്നെ ഗോൾഡിലേക്ക് കൂടി എത്തുകയാണ്. ഗോൾഡിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ വൈകുന്നേരം ഒരു 6 മണിയോടുകൂടി അല്ലെങ്കിൽ ഒരു 4 മണിക്ക് ശേഷമുള്ളൊരു ചാർട്ട് പരിശോധിക്കുമ്പോഴേക്കും 3400 എന്നൊരു ലെവൽ മറികടക്കാൻ സാധിച്ചിരുന്നു. എങ്കിൽ പോലും ആ ഒരു ഹൈ ലെവൽസിൽ വളരെ ഹെവി ആയിട്ടൊരു സെല്ലിംഗ് പ്രഷർ ഗോൾഡ് നേരിട്ടിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഡെയിലി ചാർട്ട് പരിശോധിക്കുകയാണെങ്കിൽ വളരെ കൺസോൾട്ടേറ്റഡ് ആയിട്ട് ഈ ജൂൺ ആരംഭിച്ചു മുതൽ ഇങ്ങോട്ടേക്ക് വളരെ ഹൈലി കൺസോൾട്ടേറ്റഡ് ആയിട്ടുള്ളൊരു മൂവ്മെന്റ് ആണ് ഗോൾഡിലും കാണാൻ സാധിക്കുന്നത്. ഗോൾഡിൽ ഇനി താങ്കൾ മുന്നോട്ടേക്ക് ഫോക്കസ് വെക്കുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയായിരിക്കും? സ്വർണ്ണത്തിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. നമുക്ക് ഹൗവർ ഇന്ന് പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ ലോ റിസ്ക് ആയിട്ട് ഒരു അവസരവും കാണാൻ സാധിക്കുന്നില്ല. സ്വർണ്ണത്തിന് ഇമ്മീഡിയറ്റ് ആയിട്ട് 2 റെസിസ്റ്റൻസ് ലെവൽസാണ് കാണുന്നത്. ആദ്യത്തെ 3430, അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീട് 3450. ഈ 2 റെസിസ്റ്റൻസ് ലെവൽസ് ആയിരിക്കണം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. വളരെ ഷോർട്ട് ടേമിന് വേണ്ടി നമ്മൾ ലോങ് പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ
$3,350 സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കുക. ആഭ്യന്തര വിപണിയിലേക്ക് എത്തുമ്പോഴേക്കും ഇന്നലെ ജൂണിലെ ആദ്യത്തെ ഒരു എക്സ്പയറി ഡേ കൂടിയായിരുന്നു. എക്സ്പയറി ഡേയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ തുടക്കത്തിൽ വളരെ ഫ്ലാറ്റ് ആയിട്ടായിരുന്നു ആരംഭിച്ചത്. പക്ഷേ ഒരു 12 മണിക്ക് ശേഷമുള്ളൊരു ചാർട്ട്, അല്ലെങ്കിൽ 12 മണി മുതൽ ഒരു 2 മണി വരെയുള്ളൊരു സമയം പരിശോധിക്കുമ്പോഴേക്കും ഏകദേശം 200-ലധികം പോയിൻറ്റ്സിൻ്റെ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഇൻഡെക്സിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഭൂരിഭാഗം സെക്ടേഴ്സിലും ഒരു പോസിറ്റീവ് ടോൺ തന്നെയായിരുന്നു നിലനിർത്തിയിട്ടുമുണ്ടായിരുന്നത്. പക്ഷേ ക്ലോസ് ചെയ്യുന്ന സമയമായപ്പോഴേക്കും ആ ഒരു ഹൈ ലെവൽസിൽ പിന്നീട് നേരിയ തോതിലുള്ള ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നേരിടുകയും ബട്ട് സ്റ്റിൽ 24,750 എന്നൊരു ലെവൽ സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഈ ഒരു വീക്കിൽ ഏറ്റവും ശക്തമായ ഒരു ക്ലോസിംഗ് ആയിരുന്നു ഇന്നലെ കാണാൻ സാധിച്ചത്. ഇന്നിപ്പോൾ RBIയുടെ MPC യോഗ തീരുമാനങ്ങൾ കൂടി വരികയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ താങ്കളുടെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? നമുക്ക് അഗൈൻ നിഫ്റ്റി 50യുടെ കേസിൽ മെയ് 15-ന് ശേഷം നമുക്ക് സൈഡ് വേസ് ഒരു പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. അറ്റ് ദ മൊമെന്റ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തുടരുന്നു, ബട്ട് വെരി ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ട് ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ നമുക്കൊരു നേരിയ നേട്ടം കാണാൻ സാധിച്ചെങ്കിൽ നിഫ്റ്റിയുടെ അണ്ടർ ടോണിൽ ഒരു മാറ്റവുമില്ല. ഇറ്റ് കണ്ടിന്യൂസ് ടു ബി സൈഡ് വേസ്. നിഫ്റ്റി 50ക്ക് ശക്തി പ്രാപിക്കണമെങ്കിൽ 25,150 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് നിഫ്റ്റിയിൽ ശക്തമായിട്ട് ഒരു പുതിയ മൂവ്മെന്റ് കാണാൻ സാധിക്കത്തുള്ളൂ. യെസ് സർ. അതിനോടൊപ്പം നിഫ്റ്റി ബാങ്കിലേക്ക് കൂടി വരികയാണ്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് ഒരു പക്ഷേ മറ്റ് സെക്ടേഴ്സുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോഴേക്കും നിഫ്റ്റി ബാങ്ക് ഇന്നലെ വളരെ ഫ്ലാറ്റ് ആയിട്ടൊരു ടോണിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. വെറും 84 പോയിൻറ്റ്സിൻ്റെ മാത്രം ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 55,760.85 എന്നൊരു നിലയിൽ. ഒരുപക്ഷെ നിഫ്റ്റിയെ കമ്പയർ ചെയ്യുമ്പോഴേക്കും ഇന്നലെ നിഫ്റ്റി ബാങ്ക് സൂചിക അണ്ടർ പെർഫോമിംഗ് സെക്ടറാണ്. പക്ഷേ MPC യോഗ തീരുമാനങ്ങൾ വരുമ്പോൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ റിയാക്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഓഹരി അല്ലെങ്കിൽ ഒരു സെക്ടർ കൂടിയാണ് ഈ ഒരു നിഫ്റ്റി ബാങ്ക് എന്ന് പറയുന്നത്. നിഫ്റ്റി ബാങ്കിലുള്ള താങ്കളുടെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? നിഫ്റ്റി ബാങ്കിന്റെ കേസിൽ അണ്ടർ ടോൺ കണ്ടിന്യൂസ് ടു ബി വെരി ബുള്ളിഷ്. ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് വളരെ ഒരു ഡെലിക്കേറ്റ് പാറ്റേൺ നമുക്ക് നിഫ്റ്റി ബാങ്കിൽ കാണാൻ സാധിക്കുന്നത്. 56,100, 150, 56,200 ഈ റേഞ്ചിൽ വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് നിഫ്റ്റി ബാങ്കിനുണ്ട്. ഈ റെസിസ്റ്റൻസ് ലെവൽ കഴിഞ്ഞ 2 മാസത്തിനിടെ 2 തവണ ടെസ്റ്റ് ചെയ്തത്. ആദ്യത്തെ ഏപ്രിൽ 23-ാം, അതിനുശേഷം ജൂൺ 3-ാം. ഈ 2 തവണയും നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന് ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. നമുക്ക് പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ സാധിക്കണമെങ്കിൽ 56,150 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. നമ്മൾ ഷോർട്ട് ടേം സ്പെക്കുലേഷന് വേണ്ടി ഒരു പുതിയ ലോങ് പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് 55,000 പോയിന്റ്. 55,000 പോയിന്റിന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. യെസ് സർ. അതിനോടൊപ്പം തന്നെ ഇന്നിപ്പോൾ MPC യോഗ തീരുമാനങ്ങൾ കൂടി വരാനിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു 25 ബേസിസ് പോയിൻറ്റ്സിൻ്റെ ഒരു കട്ട് തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. MPC യോഗ തീരുമാനങ്ങൾ ഇൻ കേസ് പോസിറ്റീവായിട്ടാണ് വരുന്നതെങ്കിൽ മറ്റ് എന്തൊക്കെ റിയാക്ഷൻസ് ആയിരിക്കും വിപണിയിൽ താങ്കൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്? എന്റെ എക്സ്പെക്ടേഷനിൽ 25 ബേസിസ് പോയിന്റിന്റെ അടിസ്ഥാനത്തിൽ കാര്യമായിട്ടൊരു ചലനം എനിക്ക് തോന്നുന്നില്ല ഉണ്ടാകുന്നു. ബിക്കോസ് ദാറ്റ് ഈസ് വാട്ട് ദ മാർക്കറ്റ് ഹാസ് ബീൻ എക്സ്പെക്ടിങ്. ബട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു സപ്പോർട്ട് നമുക്ക് ഒരു സർപ്രൈസ് നൽകുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഒരു 0.4% അല്ലെങ്കിൽ 0.5% ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് നടത്തുന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ക്രിയേറ്റ് എ ബിഗ് മൂവ്മെന്റ് ഇൻ ദ മാർക്കറ്റ്. ബട്ട് ഏതായാലും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സെക്ടേഴ്സ് ബാങ്കിങ് സെക്ടർ, ഓട്ടോ സെക്ടർ, റിയൽ എസ്റ്റേറ്റ് സെക്ടർ ആൻഡ് കൺസ്യൂമർ ഡ്യൂറബിൾസ്. യെസ് സർ. അതിനോടൊപ്പം തന്നെ PSU ബാങ്ക് സൂചികയിലേക്ക് കൂടി വരികയാണ്. PSU ബാങ്കിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഇന്നലെ ഒരുപക്ഷെ നിഫ്റ്റിനെ ഏറ്റവും കൂടുതൽ ഡ്രാഗ് ചെയ്തതിൽ ഈ ഒരു PSU ബാങ്ക് ഓഹരികളുടെ പങ്ക് വളരെ വലുത് തന്നെയാണ്. സൂചികയിൽ ഇന്നലെ ഒരു വേഴ്സ്റ്റ് പെർഫോമിംഗ് സെക്ടർ എന്ന് പറയാൻ സാധിക്കുന്നുണ്ട്. 0.5% ഇടിവിലാണ് ഇന്നലെ PSU ബാങ്ക് സൂചിക ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ജൂൺ ആരംഭിച്ചത് മുതൽ ജൂൺ 2-ാം തീയതി മാത്രമാണ് വളരെ ശക്തമായിട്ടുള്ളൊരു ബൈയിങ് ഇൻട്രസ്റ്റ്. ഒരു പക്ഷേ അന്നത്തെ ഒരു ബെസ്റ്റ് പെർഫോമിംഗ് സെക്ടർ എന്ന് പറയാൻ സാധിക്കുമായിരുന്നു. പിന്നീട് ഇങ്ങോട്ടേക്ക് ഒരു കൺസോളിഡേറ്റഡ് മോഡിലേക്ക് ഈ ഒരു ഇൻഡെക്സ് മാറിയതായിട്ടാണ് കാണുന്നത്. PSU ബാങ്ക് സൂചികയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അല്ല, PSU ബാങ്ക് ഇൻഡെക്സിൽ എനിക്ക് ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല. നമ്മൾ PSU ബാങ്ക് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും മെയ് തുടക്കത്തിൽ വെറും 6,000 പോയിന്റിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന PSU ബാങ്ക് ഇൻഡെക്സ്
ഈ ആഴ്ചയുടെ തുടക്കത്തിൽ 7200 പോയിന്റ് വരെ നമുക്ക് നേട്ടം നൽകിയിരുന്നു. കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ വളരെ നേരിയ ഒരു ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിംഗ് മാത്രമേ എനിക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി വെരി വെരി ബുള്ളിഷ്. നമുക്ക് ഹവർ ഇന്ന് ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി നിഫ്റ്റി PSU ബാങ്ക് ഇൻഡെക്സിൽ കാണാൻ സാധിക്കുന്നില്ല. പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് 6800 പോയിന്റ് ആയിരിക്കും. സർ, ഈ ഒരു സെക്ടറിൽ താങ്കളുടെ ഫോക്കസിലേക്ക് വരുന്ന ഏതെങ്കിലും ഓഹരികളുണ്ടോ? എൻ്റെ ഫേവറേറ്റ്സ് ആയിട്ട് വരുന്നത് നാച്ചുറലി ഇറ്റ് ഇസ് ദ സ്മോൾ PSU ബാങ്ക്സ്. അതിൽ എടുത്തു പറയാനുള്ളത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, യൂക്കോ ബാങ്ക്. ഈ 4 ബാങ്കിലും ഇതിന്റെ കോമൺ ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷായി തുടരുന്നു, ബട്ട് ഷോർട്ട് ടേമിൽ നമുക്ക് ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഇന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റേറ്റ് കട്ട് അനുകൂലമാണെങ്കിൽ ഐ എക്സ്പെക്ട് എ ബിഗർ മൂവ്മെന്റ് ഇൻ ദീസ് സ്റ്റോക്സ്. ബട്ട് നമുക്ക് ജനറലൈസ് ചെയ്യാതെ നമുക്ക് ഏത് നല്ല ഹെൽത്തി ഫൈനാൻഷ്യൽ പെർഫോമൻസ് നൽകിക്കൊണ്ടിരിക്കുന്ന ഏത് ബാങ്കിങ് സ്റ്റോക്കിലും നമുക്ക് പഠനം നടത്താം. ഐ ബിലീവ് ദാറ്റ് ഓൾ ദ ബാങ്കിങ് സ്റ്റോക്സിൽ നമുക്ക് ബൈയിങ് അവസരങ്ങൾ ലഭിക്കും. ഇന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പോളിസി നയങ്ങളൊക്കെ വളരെ പോസിറ്റീവ് ആണെങ്കിൽ. യെസ് സർ, അതിനോടൊപ്പം തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് എത്തുകയാണെങ്കിൽ ഇന്നലെ വളരെ ഹൈ വോളിയത്തിൽ ട്രേഡിംഗ് നടന്ന ഒരു ഡിഫൻസ് ഓഹരിയായിരുന്നു കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്ന് പറയുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡിനെ സംബന്ധിച്ച് ഇൻട്രാഡേയിൽ വളരെ ശക്തമായി ഏകദേശം ഒരു 12% മൂവ്മെൻറ്റ് നടത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ട്രേഡിംഗ് വോളിയം പരിശോധിക്കുകയാണെങ്കിലും കഴിഞ്ഞ 10 ദിവസത്തെ ആവറേജിനേക്കാളൊക്കെ ഉയരത്തിലാണ് ട്രേഡിംഗ് വോളിയം നടന്നതായിട്ടും കാണുന്നത്. ക്ലോസ് ചെയ്തിരിക്കുന്നതും ഹൈ നോട്ടിൽ തന്നെയാണ്, 12.66% നേട്ടത്തിൽ. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഓഹരികളിലുള്ള ഈ ഒരു റാലിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? കൊച്ചിൻ ഷിപ്പ്യാർഡ് അതിലേക്ക് ഓർമ്മയുണ്ടാവും. നമ്മൾ ആക്ച്വലി ഏപ്രിൽ മാസം മുതൽ പ്രേക്ഷകരുടെ ശ്രദ്ധയിലോട്ട് കൊണ്ടുവരുന്ന ഒരു സ്റ്റോക്ക് ആയിരുന്നു കൊച്ചിൻ ഷിപ്പ്യാർഡ്. അതിന്റെ പ്രധാന കാരണം നമ്മൾ ഗാർഡൻ റീച്ചിലും മാസഗോൺ ഡോക്കിലും അത്ര വലിയൊരു റിക്കവറി കണ്ടെങ്കിലും കൊച്ചിൻ ഷിപ്പ്യാർഡ് ആ 2 സ്റ്റോക്സിനെ അപേക്ഷിച്ച് അണ്ടർ പെർഫോം ചെയ്യുകയായിരുന്നു. നാച്ചുറലി ഇറ്റ് വാസ് എ എക്സലന്റ് കാൻഡിഡേറ്റ്. വളരെ നല്ല റിസ്ക് ടു റിവാർഡ് റേഷ്യോ നൽകിക്കൊണ്ടിരുന്ന ഒരു സ്റ്റോക്ക് ആയിരുന്നു കൊച്ചിൻ ഷിപ്പ്യാർഡ്. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നമുക്ക് ആ മൂവ്മെന്റ് കാണാൻ സാധിക്കുന്നത്. ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ബട്ട് കഴിഞ്ഞ 3-4 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് വലിയ നേട്ടം കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും ഈ കറന്റ് ലെവൽസ് എടുക്കാൻ ശ്രമിക്കരുത്. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ അടുത്ത 3 മേജർ റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നു. ആദ്യത്തെ 2500, 2700, 2900. വൺ ഡിസ്ക്ലോഷർ, എനിക്കൊരു ലോങ് പൊസിഷൻ, എക്സിസ്റ്റിംഗ് ലോങ് പൊസിഷൻ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിലവിലുണ്ട്. യെസ് സർ, അതിനോടൊപ്പം ഏഞ്ചൽ വണ്ണിലുള്ള ഒരു വ്യൂ കൂടി ചോദിക്കും. കാരണം ഏഞ്ചൽ വണ്ണിലും ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ഇൻട്രാഡേയിൽ ഒരു താരം തന്നെയായിരുന്നു ഏഞ്ചൽ വൺ ഓഹരികളും. ഏകദേശം 4% മുകളിലൊരു മുന്നേറ്റം ഇൻട്രാഡേയിൽ നടത്താനായിട്ട് ഏഞ്ചൽ വൺ ഓഹരികൾക്ക് സാധിച്ചിട്ടുണ്ട്. അവരുടെ ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ക്ലൈൻറ്റ് ബേസിൽ ഏകദേശം 34.1% വാർഷിക വളർച്ച അഡിഷൻ നടത്താനായിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ടെന്നാണ് അപ്ഡേറ്റിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഏഞ്ചൽ വണ്ണിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഏഞ്ചൽ വണ്ണിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തുടരുന്നു. ഒരു വീക്ക്നെസ്സും സ്റ്റോക്കിൽ കാണുന്നില്ല. ആൻഡ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ, ബട്ട് കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് അഡ്വൈസ് ചെയ്യുന്നില്ല. ഈ സ്റ്റോക്കിൽ 2 മേജർ റെസിസ്റ്റൻസാണ് കാണുന്നത്. ആദ്യത്തെ 3350, അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 3600 പോയിന്റ്. സർ, അതിനോടൊപ്പം തന്നെ വെൽസ്പൺ ലിവിംഗ് എന്നൊരു ഓഹരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. കാരണം ഇന്നലെ ഇൻട്രാഡേയിൽ ഒരുപക്ഷെ ട്രേഡിംഗ് ആരംഭിച്ചത് പോലും ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിലായിരുന്നു. ഏകദേശം 6% മുകളിൽ ഒരു മുന്നേറ്റം ഇൻട്രാഡേയിൽ നടത്തിയതിനു ശേഷം ഈ ഓഹരി ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത് 5% നേട്ടത്തിൽ 140.61 എന്നൊരു നിലയിലാണ്. ഒരു പക്ഷേ ഇന്ത്യ US വ്യാപാര കരാർ യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിഷ്യറിയായി മാറാൻ സാധ്യതയുള്ള ഒരു കമ്പനിയായിട്ടാണ് വെൽസ്പൺ ലിവിങ്ങിനെ പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. കാരണം ഏറ്റവും കൂടുതൽ അവരുടെ ഒരു മാർക്കറ്റിൻ്റെ എക്സ്പോർട്ട് ചെയ്തതിന് വലിയൊരു മാർക്കറ്റും US-ലാണ് എന്നുള്ളത് തന്നെയാണ്. വെൽസ്പൺ ലിവിങ്ങിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? വെൽസ്പൺ ലിവിംഗ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് നിലവിൽ ഇതിന്റെ ലോങ് ടേം ട്രെൻഡ് ബെയറിഷായി കണ്ടിന്യൂ ചെയ്യുന്നു. ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്. ഇന്നലെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നമുക്ക് കാണാൻ സാധിച്ചെങ്കിലും ലോങ് ടേം ട്രെൻഡിൽ ഒരു മാറ്റവും ഇല്ല. ഈ സ്റ്റോക്കിന്റെ മേജർ റെസിസ്റ്റൻസ് കാണുന്നത് 160 രൂപയിലാണ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ. ബട്ട് കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ 127 സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കുക.
സർ, അതിനോടൊപ്പം തന്നെ ലെമൺ ട്രീ ഹോട്ടൽസിലുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം പല ബ്രോക്കറേജുകളുടെയും ഈ ഒരു ഹോട്ടൽ സെഗ്മെന്റിനെ സംബന്ധിച്ച് വളരെ എക്സ്ട്രീംലി ബുള്ളിഷ് ആയിട്ടുള്ള ചില അപ്ഡേഷൻസ് ആണ് നൽകിയിരിക്കുന്നത്. ലെമൺ ട്രീ സ്പെസിഫിക് ആയിട്ട് പറയുമ്പോഴേക്കും 1.34% നേട്ടം നൽകിക്കൊണ്ടാണ് ലെമൺ ട്രീ ഹോട്ടൽസ് ഇന്നലെ ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ലെമൺ ട്രീയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ലെമൺ ട്രീ ഈസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് കാര്യമായിട്ട് ഈ സ്റ്റോക്കിൽ ട്രേഡിംഗ് ലിക്വിഡിറ്റി കാണാൻ സാധിക്കുന്നില്ല. സ്റ്റോക്കിന്റെ വളരെ ഷോർട്ട് ടേം ട്രെൻഡ് നോക്കുമ്പോഴേക്കും അത് സൈഡ് വൈസ് ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിന് വളരെ സ്ട്രോങ് റെസിസ്റ്റൻസ് 150 രൂപ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് പുതിയ ലോങ് പൊസിഷൻ ഈ സ്റ്റോക്കിൽ എടുക്കാൻ സാധിക്കത്തുള്ളൂ. സർ, അതിനോടൊപ്പം ഡിക്സണിലുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഡിക്സൺ സംബന്ധിച്ചിട്ട് വീണ്ടും നിക്ഷേപകരുടെ ഒരു ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു ഓഹരി കൂടിയാണ് ഡിക്സൺ ടെക്നോളജി. ഇന്നലെ ഏകദേശം 1.5% ഒരു ഇടിവിൽ ഇടിവിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. 14,694 രൂപ എന്ന നിലയിൽ. ഡിക്സണിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഡിക്സന്റെ കേസിൽ നമുക്ക് കഴിഞ്ഞ ഒരു 1.5 മാസത്തിനിടെ ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിച്ചിട്ടുണ്ട്. ആൻഡ് എസ്പെഷ്യലി കഴിഞ്ഞ ഒരു 10 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് ഒത്തിരി സെല്ലിംഗ് പ്രഷർ ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ഈ സ്റ്റോക്കിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുണ്ട്. സോ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. 14,500 പോയിന്റിന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ പിന്നീട് ലോങ് പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ റിസ്കി ആയിരിക്കും. ഡൗൺ സൈഡിലോട്ട് 14,500 സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ ഡൗൺ സൈഡിലോട്ടുള്ള 2 ടാർഗറ്റ് ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്നത്. ആദ്യത്തെ 14,000 രൂപയും അതിനുശേഷം 13,000 രൂപയും. സർ, ഇന്നലത്തെ ഒരു സെക്ടർ പരിശോധിക്കുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ നേട്ടം നൽകിയത് റിയൽറ്റി സെക്ടറായിരുന്നു. 1.75% നേട്ടമാണ് റിയൽറ്റി സെക്ടർ നൽകിയിരിക്കുന്നത്. റിയൽറ്റി സെക്ടറിലുള്ള താങ്കളുടെ ഒരു ഓവറോൾ വ്യൂ എന്താണ്? അണ്ടർടോൺ റിയൽറ്റി സെക്ടറിൽ ബുള്ളിഷായി മാറിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് എസ്പെഷ്യലി നമ്മൾ ഇൻഡസ്ട്രി ലീഡേഴ്സ് ആയിട്ടുള്ള DLF ഒക്കെ നോക്കുകയാണെങ്കിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് റിയാലിറ്റി ഇൻഡെക്സിലും കഴിഞ്ഞ 3-4 ട്രേഡിംഗ് സെഷൻസിൽ കിട്ടിയ നേട്ടത്തിനെ തുടർന്ന് ഈവൻ ദ ലോങ് ടേം ട്രെൻഡ് ഓഫ് ദ റിയാലിറ്റി ഇൻഡെക്സ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ഈ കറന്റ് ലെവൽസ് ഓഫ് അറൌണ്ട് 1000 പോയിന്റ്സിലായി ട്രേഡിംഗ് നടത്തി വരുന്നത്. ഇവിടെ നിന്ന് ഓൾമോസ്റ്റ് ഒരു 10% ഗെയിൻസാണ് ഞാൻ റിയാലിറ്റി ഇൻഡെക്സിൽ കാണുന്നത്. ആൻഡ് എസ്പെഷ്യലി ഇന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ. റിയൽറ്റിയിൽ തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയൊരു ലിസ്റ്റഡ് സ്പേസിലുള്ള കമ്പനിയായിട്ട് DLFിലുള്ള ഒരു വ്യൂ ആണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം DLF ഇന്നലെ 2.5% ഒരു നേട്ടം നൽകിയാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. തുടർച്ചയായിട്ട് ഇങ്ങോട്ടേക്ക് ഒരു നേരിയ തോതിലൊരു അപ്സൈഡ് മൂവ്മെന്റ് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു ഓഹരിയിൽ കാണാനും സാധിക്കുന്നത്. DLFിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? എക്സ്ട്രീംലി ബുള്ളിഷ്. DLFിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. നമുക്കൊരു 810 രൂപയ്ക്ക് അടുത്ത് പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ ലോങ് പൊസിഷൻസും എടുക്കാൻ സാധിക്കും. 850, 870, 900 രൂപ, ദീസ് ആർ ദ 3 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ് ലെവൽസ്. റിയൽറ്റി ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് പറയാൻ സാധിക്കുന്ന മറ്റൊരു സെഗ്മെന്റ് ആണ് ഹൗസിംഗ് ഫിനാൻസ് കമ്പനികൾ. ഹൗസിംഗ് ഫിനാൻസിൽ തന്നെയും ഇന്ത്യ ഷെൽട്ടർ ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡ് എന്ന ഒരു സ്മോൾ ക്യാപ് കമ്പനിയെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. ഇന്നലെ ഓഹരി 2% മുകളിലൊരു നേട്ടം നൽകിക്കൊണ്ടായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ത്യ ഷെൽട്ടർ ഫിനാൻസിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഇന്ത്യ ഷെൽട്ടറിന്റെ കേസിൽ ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ആൻഡ് ഈ സ്റ്റോക്കിൽ നമുക്ക് ട്രേഡിങ്ങിന് കാര്യമായിട്ട് ഒരു ലിക്വിഡിറ്റി കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇൻട്രാഡേയിൽ നമുക്ക് ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്തരം സ്റ്റോക്കിൽ നമ്മൾ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രമേ നമ്മൾ ലോങ് പൊസിഷൻസ് എടുക്കാൻ ശ്രമിക്കാവുള്ളൂ. ഈ സ്റ്റോക്കിന് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 900 രൂപ. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 5 മുതൽ 10% നേട്ടം ഷോർട്ട് ടേമിൽ എക്സ്പെക്ട് ചെയ്യാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു ഫെർട്ടിലൈസർ സ്റ്റോക്സിൽ പൊതുവേ നമുക്ക് നല്ലൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. പല ഓഹരികളിലും വളരെ ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് തിരിച്ചു വന്നതായിട്ടാണ് കാണുന്നത്. ഈ ഒരു ഫെർട്ടിലൈസർ സ്റ്റോക്കിലുള്ള താങ്കളുടെ ഒരു ഓവറോൾ വ്യൂ എന്താണ്? എക്സ്ട്രീംലി ബുള്ളിഷ് അഗെയിൻ. ബട്ട് നമ്മൾ ഫെർട്ടിലൈസർ സ്റ്റോക്സ് സ്റ്റഡി ചെയ്യുമ്പോൾ ഇതിനെ 2ആയിട്ട് കാറ്റഗറൈസ് ചെയ്യണം. പബ്ലിക് സെക്ടർ കമ്പനീസ്, പ്രൈവറ്റ് സെക്ടർ കമ്പനീസ്. പബ്ലിക് സെക്ടർ കമ്പനീസിൽ നമുക്ക് FACTയുടെ കേസ് എടുക്കുമ്പോഴേക്കും
കഴിഞ്ഞ 3-4 ട്രേഡിംഗ് സെഷൻസിൽ വലിയൊരു കുതിപ്പായിരുന്നു കാണാൻ സാധിച്ചത്. ബട്ട് ഇന്നലെ 1120 രൂപ എത്തിയതിനു ശേഷം ആ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. സോ പുതിയ ലോങ് പൊസിഷൻസ് എടുക്കണമെങ്കിൽ ഈ പ്രോഫിറ്റ് ടേക്കിങ്ങിന്റെ സമയത്ത് നമ്മൾ 920, 940 ആ റേഞ്ച് സ്റ്റഡി ചെയ്തിരിക്കുക. ആ റേഞ്ചിൽ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എ ലോ റിസ്ക് ബൈങ് ഓപ്പർച്യൂണിറ്റി. മദ്രാസ് ഫെർട്ടിലൈസറിന്റെ കേസിലും സിമിലർലി ഒരു കൺസോൾട്ടേഷനെ കഴിഞ്ഞ് 3-4 ട്രേഡിംഗ് സെഷൻസിൽ കാണാൻ സാധിക്കുന്നത്. ഇതിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 101, അതിനെ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 110. നാഷണൽ ഫെർട്ടിലൈസറിന്റെ കേസിലും ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിക്കൊണ്ടിരിക്കുന്നു. ഈ സ്റ്റോക്കിലെ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് 102, 104 ഈ റേഞ്ചിലെ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വി ക്യാൻ ഡെഫിനറ്റ്ലി കൺസിഡർ ന്യൂ ലോങ് പൊസിഷൻ. പ്രൈവറ്റ് സെക്ടറിലോട്ട് വരുമ്പോഴേക്കും ദീപക് ഫെർട്ടിലൈസർ ഇറ്റ്സ് ട്രേഡിംഗ് നിയർ ദ ഓൾ ടൈം ഹൈ. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്കിന് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 1600, അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 1640, 1680. അതിനോടൊപ്പം തന്നെ ആഡ് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു ഓഹരി ചമ്പൽ ഫെർട്ടിലൈസേഴ്സ് ആണ്. ചമ്പൽ ഫെർട്ടിലൈസേഴ്സ് ഇന്നലെ ഒരു 1.25% അടുത്തൊരു ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചമ്പൽ ഫെർട്ടിലൈസേഴ്സുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടി ഷെയർ ചെയ്യാമോ? ചമ്പൽ ഫെർട്ടിലൈസേഴ്സിന്റെ കേസിൽ ജനുവരി തുടക്കം മുതൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റമായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ബട്ട് ഏപ്രിൽ അവസാനത്തോടു കൂടി ഈ സ്റ്റോക്കിൽ നമുക്കൊരു പീക്കിംഗ് കാണാൻ സാധിച്ചു 740 രൂപയ്ക്ക് അടുത്ത്. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഈ സ്റ്റോക്കിൽ സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നത്. അറ്റ് ദ മോമെന്റ് ഈ സ്റ്റോക്ക് അതിന്റെ വളരെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ 540 രൂപ, ആ ഒരു സപ്പോർട്ട് ലെവൽ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചാൽ വീണ്ടും ഈ സ്റ്റോക്കിൽ റിക്കവറി നമുക്ക് പ്രതീക്ഷിക്കാം. ഈ സ്റ്റോക്കിന് ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ബട്ട് അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 535 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. തുടർച്ചയായിട്ട് നിക്ഷേപകർക്ക് നേട്ടം നൽകി വന്ന ഓഹരിയാണ് BSE ലിമിറ്റഡ്. BSE ലിമിറ്റഡ് ഇന്നലെയും ഒരു ഓൾ ടൈം ഹൈയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. 4% മുകളിൽ ഒരു നേട്ടം നൽകിക്കൊണ്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. BSEയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി വെരി വെരി ബുള്ളിഷ്. ഒരു വീക്ക്നെസ് ഈ സ്റ്റോക്കിൽ അറ്റ് ദ മൊമെന്റ് കാണാൻ സാധിക്കുന്നില്ല. ബട്ട് ഷോർട്ട് ടേം പാറ്റേൺ, ഷോർട്ട് ടേം ചാർട്ട്സ് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും അല്പം ഓവർ ഹീറ്റഡ് ആയിട്ടാണ് കാണുന്നത്. സോ ഈ സ്റ്റോക്കിൽ നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 2800, 2800 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ആൻഡ് കണ്ടിന്യൂസ് ഇൻട്രാഡേ മോണിറ്ററിങ് നമ്മൾ ചെയ്യണം. കാര്യം ഒരു വീക്ക്നെസ് പ്രോഫിറ്റ് ടേക്കിംഗ് ഇന്നല്ലെങ്കിൽ തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളും പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. രാംകൃഷ്ണ ഫോർജിങ്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഇന്നലെ 1.7% നേട്ടം നൽകിക്കൊണ്ടാണ് ഈ ഓഹരി ക്ലോസ് ചെയ്തിരിക്കുന്നത്. രാംകൃഷ്ണ ഫോർജിങ്സിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? രാംകൃഷ്ണ ഫോർജിങ്സ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ഈ സ്റ്റോക്കിന്റെ പാറ്റേൺ നോക്കുമ്പോഴേക്കും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിന് വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ബേസ് 558 ഫോം ചെയ്തിട്ടുണ്ട്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ പിന്നീട് ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യരുത്. ഇതിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 660 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ പിന്നീട് കാണുന്ന മേജർ റെസിസ്റ്റൻസ് 780, അതിനുശേഷം 840. താങ്കളെ ഫ്രീ ആക്കുന്നതിന് മുമ്പ് അവസാനമായി NTPC ഗ്രീനിലുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടി പങ്കുവെക്കാമോ? ഇന്നലെ 1% മുകളിലൊരു നേട്ടമായിരുന്നു ഈ ഓഹരി നിക്ഷേപകർക്ക് നൽകിയിരുന്നത്. NTPC ഗ്രീൻ ലിസ്റ്റ് ചെയ്തിട്ട് ഒത്തിരി നാളുകളായിട്ടില്ല. ആൻഡ് ഈ സ്റ്റോക്കിന്റെ ഒരു ബോട്ടം കാണാൻ സാധിക്കുന്നത് മാർച്ച് മാസത്തിൽ. അതിനുശേഷം ഗ്രാജുവലായിട്ട് ഈ സ്റ്റോക്കിൽ ഒരു റിക്കവറി നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 10 ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ട്. ആൻഡ് ദാറ്റ്സ് എ ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിംഗ്. നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ 113 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ വീണ്ടും നമുക്ക് പുതിയൊരു ഷോർട്ട് ടേം ബുള്ളിഷ് ട്രെൻഡ് ആരംഭിക്കും. അതിനുശേഷമുള്ള റെസിസ്റ്റൻസ് 120, 125, 130. താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന്. ഏതായാലും ഇന്നത്തെ മാർക്കറ്റ് പ്ലസ് ഇവിടെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മാർക്കറ്റിൻ്റെ കൂടുതൽ പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സും ഓപ്പണിംഗ് ഡീറ്റെയിൽസും സ്റ്റോക്ക് ന്യൂസും ഒക്കെ ആയിട്ട് മാർക്കറ്റ് സ്ക്രീനിൽ അല്പസമയത്തിനകം ആരംഭിക്കുന്നതാണ്. സ്റ്റേ ട്യൂൺഡ്.